Hi friends, so welcome to the MA English classes of IGNO. So today we are gonna deal with Plato from classical criticism. So come, learn with me, Gopika. Hi guys, so in today's video we are going to talk about Plato. So Plato was an educational thinker and a Greek philosopher. So Plato he was an educational thinker and a Greek philosopher. So he gave a lot of importance to education. Education ഒരുപാട് importance കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ Plato. So Plato was the first to establish a higher educational institute in the Western world. നമ്മുടെ വെസ്റ്റേൺ വേൾഡിൽ ആദ്യത്തെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ആരായിരുന്നു? നമ്മുടെ Plato ആയിരുന്നു. And Aristotle was a student of this institute. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരുണ്ട്, പേരെന്താണ്? The Academy എന്നായിരുന്നു. So Plato's educational institute was known as the Academy. And Aristotle was a student of the Academy. So Plato gave a lot of importance for education, and his education system was known as pedia. So Plato's education system was known as pedia, and pedia refers to the mental, spiritual and physical development of a human being. So pedia എന്താ പറയുന്നത്? It refers to അല്ലെങ്കിൽ it focus on mental, spiritual and physical development of a human being. So എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് സബ്ജക്ട് വൈസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അല്ലേ? പക്ഷേ പ്ലേറ്റോ ഒരു മെന്റൽ മാത്രം അല്ലെങ്കിൽ ഫിസിക്കൽ മാത്രം പോരാ, ലൈക്ക് ഹ്യൂമൻ ബീങ് ലൈക്ക് മെന്റലി, സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ പ്ലേറ്റോ പറയുന്നത്. സോ പ്ലേറ്റോയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇത്ര മാത്രം നമ്മൾ തൽക്കാലത്തേക്ക് പറഞ്ഞാൽ മതി. ആൻഡ് ഹിസ് നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് ദ റിപ്പബ്ലിക്, ദ ലോ, ദ സ്റ്റേറ്റ്സ്മാൻ എക്സെട്ര. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലേറ്റോനെ പറ്റിയിട്ട് ഓർത്ത് വെക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പറഞ്ഞ കാര്യം ദാറ്റ് ഇസ് പ്ലേറ്റോ ഗ്രീക്ക് ഫിലോസഫർ ആൻഡ് an education thinker. He gave a lot of importance to education and he formed the first educational institute in the Western world. Aristotle was a student of Plato. He came to Athens to study under Plato. Then his educational system refers to the mental, spiritual and physical development of a human being. ഇത്രയും മതി പ്ലേറ്റോനെ പറ്റിയിട്ട്. ഇനി നമ്മൾ പ്ലേറ്റോയുടെ സം ഓഫ് ദ വർക്ക്സ് ആണ് നോക്കാൻ പോകുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്ക് ദാറ്റ് ഇസ് ദ റിപ്പബ്ലിക്. ദ റിപ്പബ്ലിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റോനെ കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെത്താനെ പഠിക്കും. സോ ഇത്രയും കാര്യങ്ങൾ തൽക്കാലത്തേക്ക് പ്ലേറ്റോനെ പറ്റി പഠിച്ചു വെക്കുക. Then when you study the Republic, you will get a entire complete image of Plato. Plato പറ്റി complete image the Republic പഠിക്കുമ്പോൾ തന്നെ കിട്ടും. Now let's move on to the topic that is the Republic by Plato. So Plato in his text Republic, he gives an attack on poetry. So എന്താണ് പ്ലേറ്റോ തന്റെ റിപ്പബ്ലിക് എന്ന ടെക്സ്റ്റിലൂടെ he gives an attack on poetry. അയാൾ പോയിട്രിക്കെതിരെ അറ്റാക്ക് ആണ് ചെയ്യുന്നത്. He gives 4 distinct statement about poetry. So പോയിട്രിനെ തള്ളി പറഞ്ഞുകൊണ്ട് അയാൾ 4 സ്റ്റേറ്റ്മെന്റ് തന്റെ റിപ്പബ്ലിക് എന്ന പറഞ്ഞ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ 4 സ്റ്റേറ്റ്മെന്റ്? Poetry is an imitation, poetry is immoral, it carries emotion and it is untrue. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പ്ലേറ്റോ തന്റെ റിപ്പബ്ലിക്കിൽ പോയട്രിക്ക് എതിരെ പറഞ്ഞത്. ഓക്കെ, സോ പ്ലേറ്റോ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്? വാട്ട് ഇസ് ദ റീസൺ എന്ന് നമുക്ക് നോക്കാം. പോയട്രി is an imitation. സോ പ്ലേറ്റോ പറയുന്നത് പോയട്രി ഒരു ഇമിറ്റേഷൻ ആണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആൻഡ് ഇറ്റ് ഇസ് thrice removed from reality എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് പ്ലേറ്റോ അങ്ങനെ പറഞ്ഞത്? സോ പ്ലേറ്റോന്റെ കൺസെപ്റ്റില് there are 2 types of world എന്നാണ് പ്ലേറ്റോ പറയുന്നത്. The first one is the spiritual world and the second one is the physical world. നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്നത് എവിടെയാണ്? In the physical worldലാണ്. ഇപ്പം നമ്മളെ മുന്നിൽ കാണുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന സാധനങ്ങളൊക്കെ ഉള്ളത് ഫിസിക്കൽ വേൾഡിലാണ്. പക്ഷേ there is a world beyond the physical world എന്നാണ് പറയുന്നത്. That is known as the spiritual world which we cannot see. So നമ്മുടെ ഫിസിക്കൽ വേൾഡിന്റെ ബിയോണ്ട് ആയിട്ട് മുന്നിലായിട്ട് there is a world, a spiritual world എന്നാണ് പറയുന്നത്. ആൻഡ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, there is a world, a spiritual world, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് നമ്മളിപ്പം നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഈ സ്പിരിച്വൽ വേൾഡിലുള്ള സാധനത്തിന്റെ കോപ്പിയാണെന്നാണ് പറയുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്റെ ഈ ഒരു ബുക്ക്, എന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട് അല്ലെ, ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ എന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്. സോ നമ്മളൊക്കെ നിൽക്കുന്നത് ഫിസിക്കൽ വേൾഡിലാണ്. സോ ഈ ബുക്ക് ഉള്ളത് ഫിസിക്കൽ വേൾഡിലാണ്. പക്ഷേ ഈ ബുക്ക് ഇസ് ജസ്റ്റ് എ കോപ്പി ഓഫ് ദ ബുക്ക് ഇൻ ദ സ്പിരിച്വൽ വേൾഡ് എന്നാണ് പറയുന്നത്. സോ സ്പിരിച്വൽ വേൾഡിലും ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട്, സെയിം ബുക്ക് സ്പിരിച്വൽ വേൾഡിലും ഉണ്ട്. പക്ഷെ ആ സ്പിരിച്വൽ വേൾഡിലുള്ള ആ ബുക്കിന്റെ ജസ്റ്റ് ഒരു കോപ്പി മാത്രമാണ് ഈ ഒരു ബുക്ക് എന്നാണ് പ്ലേറ്റോ പറയുന്നത്. മീൻസ് നമ്മുടെ ഇടയിലുള്ള സാധനം, നമ്മളുടെ ചുറ്റുമുള്ള സാധനത്തിന്റെ ഒറിജിനൽ, ട്രൂ അല്ലെങ്കിൽ ദ ഐഡിയൽ വേർഷൻ എവിടെയാണുള്ളത്? ദ സ്പിരിച്വൽ വേൾഡിലാണുള്ളത്. റൈറ്റ്? സോ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന സാധനം, ഫിസിക്കൽ വേൾഡിൽ നമ്മൾ കാണുന്ന സാധനത്തിന്റെ ഒക്കെ ദ ട്രൂ, ദ ഐഡിയൽ, ദ പെർഫെക്റ്റ് വേർഷൻ എവിടെയാണുള്ളത്? ദ സ്പിരിച്വൽ വേൾഡിലാണുള്ളത്. ആൻഡ് അതിന്റെ ഒക്കെ ഒരു കോപ്പി മാത്രമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മൾ കാണുന്നത് ഈ സ്പിരിച്വൽ വേൾഡിലുള്ള സാധനത്തിന്റെ ജസ്റ്റ് ഒരു കോപ്പി മാത്രമല്ല, അല്ലെങ്കിൽ മിമിസിസ് മാത്രമാണ്, ഒരു ഇമിറ്റേഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നതെന്നാണ് പ്ലേറ്റോ പറയുന്നത്.
ഓക്കെ, സോ പ്ലേറ്റോന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഐഡിയാസ് ആണ്. ഹി സേസ് ദ ഐഡിയാസ് ആർ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. സോ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഐഡിയാസ് ആണ്. ആൻഡ് എവറിഥിങ്, ബാക്കി എല്ലാ സാധനങ്ങളും ഇസ് ജസ്റ്റ് ഇമിറ്റേഷൻ ഓഫ് ഐഡിയാസ്. ഐഡിയാസിന്റെ ഇമിറ്റേഷൻ മാത്രമാണെന്നാണ് പറയുന്നത്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്താ തിയറി ഓഫ് ഫോംസ് പറഞ്ഞൊരു തിയറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സോ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റോ എന്ത് കൊണ്ടുവന്നത്? ദ തിയറി ഓഫ് ഫോംസ് കൊണ്ടുവന്നത്, ഓർ തിയറി ഓഫ് ഇമിറ്റേഷൻ, തിയറി ഓഫ് മിമിസിസ്, ഇങ്ങനെ പല പേരിലും നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, സോ തിയറി ഓഫ് ഫോംസിൽ എന്താണ് പറയുന്നത് പ്ലേറ്റോ? തിയറി ഓഫ് ഫോംസിൽ പറയുന്നുണ്ട് the ideas are the ultimate reality, and the ideas are the ultimate reality, and all other things are just imitation of ideas. Okay, so ബാക്കി എല്ലാ സാധനങ്ങളും ജസ്റ്റ് ഇമിറ്റേഷൻ ആണെന്ന് പറയുന്നത്. ആൻഡ് പ്ലേറ്റോ പറയുന്നുണ്ട് ആർട്ട് ഇസ് ട്വൈസ് റിമൂവ് ഫ്രം ദ റിയാലിറ്റി. ആർട്ട് എന്ന് പറയുന്ന സാധനം ഇസ് ട്വൈസ് റിമൂവ് ഫ്രം റിയാലിറ്റി, അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ്, ഇറ്റ്സ് 2 steps ബാക്ക് ഫ്രം റിയാലിറ്റി, 2 steps away from the reality. അതുപോലെ പോയിട്രി ഇസ് 3 steps away from reality, അല്ലെങ്കിൽ thrice removed from reality എന്നാണ് പറയുന്നത് പ്ലേറ്റോ. സോ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പ്ലേറ്റോ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് എക്സാമ്പിൾ ഓഫ് എ ചെയർ. ഒരു ചെയറിന്റെ എക്സാമ്പിൾ. സോ സപ്പോസ് ചെയർ ഇൻവെന്റ് ചെയ്തിട്ടേ ഇല്ല. സോ ചെയർ എന്ന സാധനം ഇൻവെന്റ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഒരു കാർപ്പൻ്റർ എന്നൊരു ഐഡിയ തോന്നുകയാണ്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയാലോ, സോ വി കുഡ് സിറ്റ്, ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി. സോ ഹി ഗെറ്റ്സ് an idea of the chair. He gets an idea of the chair. അയാൾ ഐഡിയയുടെ അകത്ത് ഒരു ചെയറിന്റെ രൂപം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് പ്ലേറ്റോ പറയുന്നത് ഇയാളുടെ ഐഡിയയിൽ ഉണ്ടായ ഈ ചെയറില്ലേ, ആ ചെയർ ആണ് ദ ഐഡിയൽ ചെയർ, ദ ഐഡിയൽ ചെയർ അല്ലെങ്കിൽ ദ റിയൽ ചെയർ എന്ന് പറയുന്നത്. ആൻഡ് ഈ കാർപ്പൻ്റർ എന്താ ചെയ്യുന്നത്? ഈ ഐഡിയാസ് പ്രകാരം ഇയാൾ ഫിസിക്കലി അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ ഒരു ചെയർ ഉണ്ടാക്കി. പക്ഷേ അത് ഒറിജിനൽ ചെയർ ആണോ അല്ലെങ്കിൽ ഐഡിയൽ ചെയർ ആണോ? അല്ല. ഐഡിയൽ ചെയർ എവിടെയുള്ളത്? ഇയാളുടെ റിയാലിറ്റിയിലാണ്, സോറി ഇയാളുടെ ഐഡിയയിലാണ്. ഈ ഐഡിയ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇയാൾ ഇവിടെ ഒരു ചെയർ ഫിസിക്കൽ വേൾഡിൽ ഉണ്ടാക്കിയത്. സോ ഹി ഇമിറ്റേറ്റഡ് ഹിസ് ഐഡിയ and created a chair in the physical world. So real chair അല്ലെങ്കിൽ ideal chair is still in his idea. ഐഡിയലുള്ള ചെയറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ദ റിയൽ ചെയർ ഉണ്ടാക്കിയത്. ദെൻ ഒരു ആർട്ടിസ്റ്റ് ആ വഴി വരികയാണ്. ഹി സീസ് ചെയർ, ഈ കാർപ്പൻ്റർ ഉണ്ടാക്കി വെച്ച ചെയർ കാണുകയാണ്. ആൻഡ് ദെൻ ഹി എന്താ ചെയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഹി തോട്ട് ഓഫ് മേക്കിംഗ് ആർട്ട് ഓഫ് ദ ചെയർ. ഒരു പെയിന്റിംഗ് വരയ്ക്കാന്ന് വിചാരിച്ചു. ഈ ഒരു ചെയർ പെയിന്റിംഗ് വരയ്ക്കാന്ന് വിചാരിച്ചു. ഈ ചെയർ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഹി സ്റ്റാർട്ടഡ് മേക്കിംഗ് എ പെയിന്റിംഗ് ഓഫ് ദ ചെയർ. ഒരു പെയിന്റിംഗ് ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ആർട്ടിസ്റ്റ് എന്താണ് ചെയ്തത്? ഈ ചെയർ അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച ചെയറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചെയർ വരച്ചു. റൈറ്റ്? സോ ആർട്ടിസ്റ്റ് ട്വൈസ് റിമൂവ് ഫ്രം റിയാലിറ്റി. റിയാലിറ്റി ഇപ്പോഴും എവിടെ? റിയൽ ചെയർ ഇപ്പോഴും എവിടെയാണ്? ഇയാൾ ഐഡിയയിലുള്ള ചെയർ ആണ് റിയൽ ചെയർ. അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇയാൾ ഫിസിക്കൽ വേൾഡിലെ ചെയർ ഉണ്ടാക്കിയത്. ആ ഫിസിക്കൽ വേൾഡിലെ ചെയർ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ആർട്ടിസ്റ്റ് ഒരു ചെയർ ഉണ്ടാക്കുന്നത്. എത്ര പ്രാവശ്യം ഇമിറ്റേറ്റ് ചെയ്തു? ഫസ്റ്റ് ഐഡിയനെ ഇമിറ്റേറ്റ് ചെയ്ത് ഫിസിക്കൽ ചെയർ ഉണ്ടാക്കി. സോ ഒരു തവണ. ദെൻ ഈ ഉണ്ടാക്കി വെച്ച ചെയർ, ഫിസിക്കൽ വേൾഡിൽ ഉണ്ടാക്കി വെച്ച ചെയറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ആർട്ടിസ്റ്റ് പിന്നെ ഒരു ചിത്രം വരയ്ക്കാണ്. സോ ഇറ്റ് ഇസ് 2 തവണ ഇമിറ്റേറ്റ് ആവുകയാണ്. സോ ഇറ്റ് ഇസ് ട്വൈസ് റിമൂവ് ഫ്രം ദ റിയാലിറ്റി. അല്ല, റിയാലിറ്റി 2 സ്റ്റെപ്പ് ദൂരെയാണെന്നാണ് പറയുന്നത്. ആർട്ട് റിയാലിറ്റിന്ന് 2 സ്റ്റെപ്പ് ദൂരെയാണെന്നാണ് പറയുന്നത്. ദെൻ ആ വഴി ഒരു പോയിറ്റ് വരികയാണ്. പോയിറ്റ് ഈ ആർട്ടിസ്റ്റ് വരച്ച ചിത്രം കണ്ടു. ഹി ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിത്രം. സോ ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ പോയിട്രി ഓഫ് ദ പെയിന്റിംഗ്. സോ ഈ പെയിന്റിങ്ങിന്റെ പറ്റിയ ഒരു പോയിട്രി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സോ പോയിട്രി എത്ര തവണ ബാക്കിലാണെന്ന് ആലോചിച്ച് നോക്കൂ. റിയാലിറ്റിന്ന് ആദ്യം റിയാലിറ്റി ഈ ഐഡിയൽ ചെയർ, ഇവനെയാണ് നമ്മളുടെ ആ ഒറിജിനൽ ചെയർ, ദ ഐഡിയൽ ചെയർ. ഇതാണ് ദ പെർഫെക്റ്റ് ചെയർ. ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യുക, പെർഫെക്റ്റ് ചെയറിന്റെ ഐഡിയ അത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇയാള് ഫിസിക്കൽ ചെയർ ഉണ്ടാക്കിയത്. സോ അപ്പം തന്നെ ഫിസിക്കൽ ചെയർ ഒരു സ്റ്റെപ്പ് ബാക്കിലെ റിയാലിറ്റിയുടെ അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചിത്രകാരൻ ചിത്രം വരച്ചത്. സോ ചിത്രകാരന്റെ ചിത്രം 2 സ്റ്റെപ്പ് ബാക്കിലാണ് റിയാലിറ്റി. ദെൻ ഈ ചിത്രകാരന്റെ ചിത്രം കണ്ടുകൊണ്ടാണ് ഈ പോയിറ്റ് വന്ന് കവിത എഴുതുന്നത്. സോ ഈ പോയട്രി ഈസ് 3 സ്റ്റെപ്പ് ദൂരെയാണ് റിയാലിറ്റി. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് thrice removed from the reality എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഇസ് thrice removed from the reality, അല്ലെങ്കിൽ 3 steps back from the reality. അതുകൊണ്ട് പോയട്രി ഈസ് an imitation എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് thrice removed from the reality എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പോയട്രി ഈസ് an imitation-ലൂടെ പ്ലേറ്റോ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ വെരി സിമ്പിൾ തിങ് അല്ലേ, വെരി സിമ്പിൾ. ജസ്റ്റ് പ്ലേറ്റോ എന്ന് പറയുന്നത് 2 വേൾഡ് ഉണ്ടെന്ന് പറയുന്നത്, സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ വേൾഡ്. ഈ ഫിസിക്കൽ വേൾഡ് ജസ്റ്റ് കോപ്പി ഓഫ് ദ സ്പിരിച്വൽ വേൾഡ് എന്നാണ് പറയുന്നത്. അത് തെളിയിക്കാൻ വേണ്ടി കേവ് ആൽഗോറി പറഞ്ഞു. നെക്സ്റ്റ് വൺ ദ തിയറി ഓഫ് ഫോംസ്, ലൈക് ആർട്ട് ഒരു ഇമിറ്റേഷൻ ആണ്, ഐഡിയാസ് ആണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. ബാക്കിയുള്ള സാധനം ഐഡിയാസിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള സാധനം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അത് തെളിയിക്കാൻ ദ തിയറി ഓഫ് ഫോംസ് കൊണ്ടുവന്നു. ഹി ഷോഡ് ആൻ എക്സാമ്പിൾ ഓഫ് എ ചെയർ അല്ലേ. സോ അങ്ങനെയാണ് പ്ലേറ്റോ പോയട്രി ഈസ് ആൻ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് പ്ലേറ്റോ സേസ് ദാറ്റ് പോയട്രി കണ്ടെയ്ൻസ് ഇമോഷൻ. സോ പോയട്രി കണ്ടെയ്ൻസ് ഇമോഷൻ എന്നാണ് പറയുന്നത്. സോ നമ്മൾ പ്ലേറ്റോ എന്ന് പറയുന്ന ആള് ലൈക്ക് ഹി വാസ് ഇൻടു ഐഡിയോളജീസ്. ഐഡിയോളജീസിലേക്കായിരുന്നു പ്ലേറ്റോയ്ക്ക് താല്പര്യം. ഹി വാസ് നോട്ട് ഇൻടു ആർട്ട്. ആർട്ടിനോട് അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ലായിരുന്നു. കാരണം എന്താണ്,
because ആർട്ടിൽ പ്രത്യേകിച്ച് ഒരു നോളേജും ഇല്ല. സോ he gave importance to knowledge and education. So ആർട്ടിൽ പ്രത്യേകിച്ച് നോളേജും ഇല്ല. ആൻഡ് ആർട്ട് ജസ്റ്റ് ഇമോഷൻസ് മാത്രമാണ്. ഈ ഇമോഷൻസ് ഇസ് ഹാർംഫുൾ ഫോർ ഹ്യൂമൻ ബീങ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് പ്ലേറ്റോ വേറെ കാര്യം കൂടി പറയുന്നുണ്ട്, ആർട്ട് ക്യാൻ നെവർ ബി സുപ്പീരിയർ ടു ഫിലോസഫി. ഫിലോസഫിനെക്കാട്ടി സുപ്പീരിയർ ആയിട്ട് ആർട്ടിന് ഒരിക്കലും വരാൻ പറ്റില്ല. ഓക്കെ, സോ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ എൻറിച്ച്ഡ് ഇൻ നോളേജ് അബൌട്ട് എവറിത്തിങ് ഇൻ ദ നേച്ചർ. ഈ എല്ലാ കാര്യത്തിനും പറ്റിയിട്ടും നല്ല അറിവുള്ള ആൾക്കാരാണ് ഫിലോസഫർ. പക്ഷേ ആർട്ടിസ്റ്റ് എന്താണ്, ദേ ജസ്റ്റ് ഇമിറ്റേറ്റ്സ്. അവര് ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. ദേ ജസ്റ്റ് ഡോണ്ട് ഹാവ് എനി സോർട്ട് ഓഫ് നോളേജ്. ഒരു സോർട്ട് ഓഫ് നോളേജും ഇല്ല. ദേ ജസ്റ്റ് യൂസസ് എ ലോട്ട് ഓഫ് ഇമോഷൻസ് ആൻഡ് ഇറ്റ് ഇസ് ഹാർംഫുൾ ഫോർ ഹ്യൂമൻ ബീങ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേറ്റോ എന്താണ് ചെയ്തത്? പ്ലേറ്റോ ഹി ബാൻഡ് ദ പോയിറ്റ്സ് ഫ്രം ഹിസ് ഐഡിയൽ സ്റ്റേറ്റ്. പ്ലേറ്റോ തന്റെ റിപ്പബ്ലിക്കിൽ ഒരു ഐഡിയൽ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി ഗവേൺഡ് സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി ഗവേൺഡ് സ്റ്റേറ്റ് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം? ബൈ എഡ്യൂക്കേറ്റിംഗ് ദ യങ് മെൻ ആൻഡ് വുമൻ. ഈ യങ് മെനും വുമനും ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഒരു വെൽ ഗവേൺഡ് ആയിട്ടുള്ള പെർഫെക്റ്റ്ലി ഗവേൺഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്ന അതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. സോ പ്ലേറ്റോന്റെ ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഫിലോസഫേഴ്സ് ഹാസ് ദ ടോപ്പ് പൊസിഷൻ. ടോപ്പ് പൊസിഷനിൽ വരുന്ന ആരാണ്? ഫിലോസഫേഴ്സ് ആയിരുന്നു. സോ പ്ലേറ്റോ പറഞ്ഞത് ഫിലോസഫേഴ്സ് മസ്റ്റ് റൂൾ ദ ഐഡിയൽ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. സോ ഫിലോസഫേഴ്സ് എന്ത് റോളാണ് കൊടുത്തത്? റൂൾ ചെയ്യാനുള്ള റോളാണ് കൊടുത്തത്. കാരണം എന്താണ് പറയുന്നത്? ഫിലോസഫേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ നോളജ്. ഫിലോസഫേഴ്സ് എല്ലാത്തിനും പറ്റിയിട്ടുള്ള നോളജ് ഫിലോസഫേഴ്സ് ഉണ്ട്, റൈറ്റ്? ദേ ഹാവ് നോളജ് അബൌട്ട് എവറിത്തിങ് ഇൻ ദ നേച്ചർ. അതുകൊണ്ട് ദേ ഷുഡ് റൂൾ ദ വേൾഡ് റൂൾ ദ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ മിലിറ്ററിക്കും ആർട്ടിസൻസിനും ഒരു പ്ലേസ് പ്ലേറ്റോ കൊടുക്കുന്നുണ്ട്. മിലിറ്ററിന്റെ റോൾ എന്ന് പറയുന്നത്. പക്ഷേ ആർട്ടിസൻസിന്റെ റോൾ എന്തായിരുന്നു? വാസ് സസ്റ്റെയിനിങ് ഇറ്റ് ഫിസിക്കലി എല്ലാ കാര്യങ്ങളും ഫിസിക്കലി സസ്റ്റെയിൻ ചെയ്യേണ്ട ഡ്യൂട്ടി ആരായിരുന്നു? ആർട്ടിസൻസ് ആയിരുന്നു. സോ ഫിലോസഫേഴ്സ് നമുക്ക് റൂൾ ചെയ്യും, ദെൻ മിലിറ്ററി ഡിഫെൻഡ് ചെയ്യും. ദേ വേ നോൺ എ സ്പിരിറ്റ്. സോ അവർ സ്പിരിറ്റ് ആയിരുന്നു. സോ ദേ ഹാവ് ടു ഡിഫെൻഡ്. അവർ ഡിഫെൻഡിങ്ങിലായിരുന്നു അവരുടെ റോൾ. ദെൻ ആർട്ടിസൻ വാസ് സസ്റ്റെയിനിങ് ഇറ്റ് ഫിസിക്കലി എല്ലാ ഫിസിക്കൽ എലമെന്റ്സും സസ്റ്റെയിൻ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു ആർട്ടിസൻസിന്. അപ്പറ്റൈറ്റ് ആയിരുന്നു അവരുടെ റോൾ. പക്ഷേ നമ്മുടെ പോയിറ്റ്സിന് എന്താ ചെയ്തത്? ഹി ബാൻഡ് ദ പോയിറ്റ് ഫ്രം ഹിസ് ഐഡിയൽ സ്റ്റേറ്റ്. നമ്മുടെ പോയിറ്റ്സിനെ പ്ലേറ്റോ ബാൻ ചെയ്യാനുണ്ടായത്, റൈറ്റ്? സോ എന്തുകൊണ്ടാണ് പ്ലേറ്റോ ബാൻ ചെയ്തത്? മിലിറ്ററി ആൻഡ് ആർട്ടിസൻസ് ലൈക്സ് പോയിട്രി ബട്ട് ഫിലോസഫേഴ്സ് ഡോണ്ട് ലൈക്ക് പോയിട്രി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് പോയിട്രി ഹാസ് നോ നോളേജ്. പോയിട്രി ഗിവ്സ് നോ നോളേജ്. പോയിട്രി നമുക്ക് ഒരു നോളജ് ഒന്നും തരുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എൻ ഇമിറ്റേഷൻ. ഇറ്റ് ഡസന്റ് ഡെലിവർ എനി സോർട്ട് ഓഫ് നോളജ് ആൻഡ് ഇറ്റ് ക്യാരീസ് ഇമോഷൻസ്. അതിൽ ഇമോഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇറ്റ് ഇസ് വെരി ഹാർംഫുൾ ഫോർ ദ ഹ്യൂമൻ ബീങ്സ് എന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് ഇമോഷൻസ് പോയിട്രിയിൽ ഉണ്ടെന്ന് വെച്ചാൽ എന്താ ഇത്ര പ്രശ്നം? പോയിട്രീസിൽ ഇമോഷൻ വരുന്ന സമയത്ത് ആൾക്കാർ ദേ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പോയിട്രി ലോട്ട്. ഇപ്പോഴത്തെ കാലത്ത് പീപ്പിൾ യൂസ് ടു സേ സീരിയൽ കാണാൻ പാടില്ല. എന്തുകൊണ്ടാണ്? എന്താ സീരിയൽ കണ്ട പ്രശ്നം? സീരിയൽസ് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫാമിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായിരുന്നു പ്ലേറ്റോന്റെ കോൺസെപ്റ്റ്. ഈ പോയിട്രി ഹാസ് ദ സ്ട്രോങ് പവർ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇപ്പോഴത്തെ കാലത്ത് സീരിയൽ ആണെങ്കിൽ അന്നത്തെ കാലത്ത് ഇറ്റ് വാസ് പോയിട്രി വായിക്കുന്ന ഒരാൾക്ക് ദേ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പോയിട്രി ലോട്ട്. So people start imitating poetry. So poetry അകത്ത് ഇങ്ങനത്തെ ഫീലിംഗ്സ് ലൈക്ക് ഫിയർ, പിറ്റി, ഇങ്ങനത്തെ ഫീലിംഗ്സ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആൾക്കാർ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ വോയിലൻസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ വോയിലൻസും ക്രൂവാലിറ്റിയും ഒക്കെ കാണിക്കുന്ന സമയത്ത് ആൾക്കാർ ജസ്റ്റ് സ്റ്റാർട്ട് ടു ഇമിറ്റേറ്റ് ദീസ് പോയിട്രീസ്. ഓക്കെ, ദേ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പോയിട്രി. ആൻഡ് പിറ്റിയും ഫിയറും, അതായത് സഹതാപവും പേടിയും പോയിട്രിയിൽ കാണിച്ചാൽ എന്താണ് പ്രശ്നം? സോ ബൈ ചാൻസ് നമ്മൾ ഈ റീഡർ അല്ലെങ്കിൽ പോയിട്രി വായിക്കുന്ന വ്യക്തി ഈ പോയിട്രിയിൽ പറഞ്ഞ പോലത്തെ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി പേടിയും സഹതാപവും ഒക്കെ ആയിരിക്കും തോന്നുക. ഇൻസ്റ്റെഡ് ഓഫ് കറേജും അല്ലെങ്കിൽ പോസിറ്റീവ് ഫീലിംഗ്സ് വരുന്നതിന് പകരം അയാൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പോയിട്രിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സഹതാപവും പേടിയും ഒക്കെ ആയിരിക്കും ഫീൽ ചെയ്യാം. ആൻഡ് ഈ പോയിട്രിനകത്ത് ക്രൂവാലിറ്റി വോയിലൻസ് കാണിച്ചാൽ പ്രശ്നം ഞാൻ പറയണ്ടല്ലോ. പീപ്പിൾ സ്റ്റാർട്ട് ഇമിറ്റേറ്റ് ക്രൂവാലിറ്റിയും വോയിലൻസ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും. ഈ ഒരു ഐഡിയൽ സ്റ്റേറ്റ് എല്ലാം കൂടെ എന്താവും? എല്ലാം കൂടെ ഒരു ഡിസാസ്റ്റർഫുൾ സ്റ്റേറ്റ് ആയി മാറും അല്ലെ, വോയിലൻസും ക്രൂവാലിറ്റിയും ഒക്കെ ആയിട്ട്. സോ ഈ പോയിട്രിനകത്ത് ഇറ്റ് ഷോഡ് ലോട്ട് ഓഫ് ഇമോഷൻസ് ലൈക്ക് പിറ്റി, ഫിയർ, ക്രൂവാലിറ്റി, വോയിലൻസ് ഇതൊക്കെ കാണിക്കുകയായിരുന്നു. സോ പ്ലേറ്റോ വാസ് അഗെയിൻസ്റ്റ് ദാറ്റ്. സോ അതുകൊണ്ടാണ് പ്ലേറ്റോ പോയിട്രിനെ ബാൻ ചെയ്തത്. പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിട്രി ഈസ് ഹാർംഫുൾ ഫോർ ദ ഹ്യൂമൻ ബീങ്സ്, അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ദ ഐഡിയൽ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. സോ പോയിട്രി എന്ന സാധനം ഇറ്റ് ഇസ് ഹാർംഫുൾ ഫോർ ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് അൺഹെൽത്തി ഫോർ ദ പീപ്പിൾ. ഇറ്റ് വിൽ ഡിസ്ട്രക്ട് ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ സൊസൈറ്റി എന്നാണ് പറയുന്നത് ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഇമോഷൻസ്. അതുകൊണ്ട് പ്ലേറ്റോ എന്താണ് ചെയ്തത്? പ്ലേറ്റോ പോയിട്രിയും ബാൻ ചെയ്തു. പോയിട്രി പഠിപ്പിക്കാൻ പാടില്ല, ഡ്രാമ പഠിപ്പിക്കാൻ പാടില്ല. സോ എങ്ങനത്തെ സാധനങ്ങൾ പഠിപ്പിക്കുന്നതും യൂസ് ചെയ്യുന്നതും തന്റെ ഐഡിയൽ സ്റ്റേറ്റിന് റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. സോ this is Plato's ideal state, and this is why he banned poets from his ideal state, right? So എന്താണ് ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഇമോഷൻസ് നമ്മളുടെ ഹ്യൂമൻ ബീങ്സിനെ ബാഡ്ലി എഫക്ട് ചെയ്യും, അൺഹെൽത്തി മാനറിൽ എഫക്ട് ചെയ്യും. ഇറ്റ് ഇസ് നോട്ട് സേഫ് ഫോർ ദ ഹ്യൂമൻ ബീങ്സ്. ഇറ്റ് വിൽ ഡിസ്ട്രക്ട് ദ സൊസൈറ്റി എന്നൊക്കെയാണ് പ്ലേറ്റോ പറയുന്നത്. അതുകൊണ്ടാണ് പോയിട്രീനെ ബാൻ ചെയ്തത് ഫ്രം ഹിസ് ഐഡിയൽ സ്റ്റേറ്റ്. സോ ഇതിലൂടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അബൌട്ട്
his ideal state പഠിച്ചു. Then why he banned poetry അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. Yes. Now next പറയുന്നത് പോയിട്രി ഈസ് ഇമ്മോറൽ എന്ന് പറയുന്നുണ്ട്. പോയിട്രി ഈസ് ഇമ്മോറൽ, അതായത് പോയിട്രിയുടെ അകത്ത് യാതൊരുവിധ മോറൽ കണ്ടന്റും ഇല്ല. ഇറ്റ് ഡസന്റ് ഗിവ്സ് എ ഗുഡ് മെസ്സേജ്. അതൊരു ഗുഡ് മെസ്സേജ് പോലും കൊടുക്കുന്നില്ല. ഇറ്റ് ഇസ് ഹാർംഫുൾ ഫോർ ഹ്യൂമൻ ബീങ്സ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മോറൽ മെസ്സേജിന് മോറലി ഭയങ്കര വീക്കാണ് പോയിട്രി എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ ഹ്യൂമൻ ബീങ്സ് എന്നാണ് പറയുന്നത്. ഇൻ ദ കോണ്ടംപററി ഗ്രീക്ക് അന്നത്തെ കാലത്ത് പോയിട്സിന്റെ ഒക്കെ പോയിട്രീസ് വാസ് നോട്ട് സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോമറിന്റെ പോയിട്രീസ്, ഹോമറിന്റെ ഒരു പോയിട്രി ഇൻ എ വേ ഹി ഷോസ് ദ ഗോഡ്സ് ആൻഡ് ഹീറോസ് ആൻഡ് വിത്ത് ദാറ്റ് ഹി ഓൾസോ ഷോസ് ക്രൂവാലിറ്റി ആൻഡ് വയലൻസും കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ വയലൻസും ക്രൂവാലിറ്റിയും അല്ലെങ്കിൽ മോറലി വീക്ക് ആയിട്ടുള്ള പോയിട്രീസ് ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഓടിക്കൊണ്ടിരുന്നത്. ആൻഡ് നമ്മുടെ പ്ലേറ്റോ വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് ദാറ്റ്. പ്ലേറ്റോ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ പോയിട്രീൻ്റെ അകത്ത് കുറച്ച് മോറലുള്ള സാധനങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഹെൽത്തി ക്യാരക്ടേഴ്സിനെ കാണിക്കണം. അതുപോലും കാണിക്കാത്ത ടൈപ്പ് പോയിട്രീസ് ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് അന്നത്തെ കാലത്ത് ഈവൻ ഇങ്ങനത്തെ പോയിട്രീസ് ഒക്കെ സ്റ്റേജിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് പ്ലേറ്റോ അതുവരെ വിലക്കിയിട്ടുണ്ടായിരുന്നു. ഡോണ്ട് പ്ലേ സച്ച് പോയിട്രീസ് ഓൺ സ്റ്റേജ്, അല്ലെങ്കിൽ ഡോണ്ട് ഷോക്കേസ് ദ ടൈപ്പ് ഓഫ് പോയിട്രീസ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. ഓക്കെ, അങ്ങനത്തെ ഒരു സാധനം കാണിക്കുന്നത് പ്ലേറ്റോ ഇഷ്ടമല്ലായിരുന്നു. പ്ലേറ്റോ വാസ് എഗെയിൻസ്റ്റ് ദാറ്റ്. ആൻഡ് നമ്മുടെ പോയിട്രീസ് ഒക്കെ ട്രാജഡി കാണിക്കുമായിരുന്നു. ആൻഡ് അതിലൂടെ പിറ്റി, ഫിയർ ഒക്കെ കാണിക്കുമായിരുന്നു. ആൻഡ് വേറൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ സ്റ്റാർട്ട് ഇമിറ്റേറ്റിംഗ്, അല്ലെങ്കിൽ പീപ്പിൾ സ്റ്റാർട്ട് ലീവിങ് ദർ ക്യാരക്ടർ. ഇപ്പൊ സ്വന്തം ക്യാരക്ടർ വിട്ടിട്ട് ആ ഒരു പ്ലേന്റെ അകത്ത്, ആ ഒരു ഡ്രാമേന്റെ അകത്ത്, അല്ലെങ്കിൽ ആ ഒരു പോയിട്രീന്റെ അകത്തുള്ള വ്യക്തിയുടെ ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു പോയിട്രീന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഡ്രാമേന്റെ അകത്തുള്ള ആളുടെ ക്യാരക്ടർ അഡോപ്റ്റ് ചെയ്തിട്ട് വേറെ തന്നെ ക്യാരക്ടേഴ്സ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയ ആൾക്കാർ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു പോയിട്രി വായിച്ചു, സോ അതിലുള്ള ക്യാരക്ടർ എന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ആയി. സോ ഞാൻ എന്റെ ക്യാരക്ടർ അവിടെ വിട്ടു. ഞാനിപ്പോൾ നടക്കുന്നത് ഈ പോയിട്രീനകത്തുള്ള ഹീറോ അല്ലെങ്കിൽ ഹീറോയിന്റെ ക്യാരക്ടർ അവരുടെ ഭാവത്തിൽ മട്ടത്തിലൊക്കെയാണ് ഞാൻ നടക്കുന്നത്. സോ പീപ്പിൾ സ്റ്റാർട്ട് ലൂസിംഗ് ദർ ക്യാരക്ടർ ആൻഡ് ദേ സ്റ്റാർട്ട് ടു അഡോപ്റ്റ് ദ ക്യാരക്ടർ ഓഫ് ഹീറോസ് ഓഫ് പോയിട്രി ആൻഡ് ഡ്രാമാസ്. സോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് പ്ലേറ്റോ വാസ് ടോട്ടലി അഗെയിൻസ്റ്റ് പോയിട്രി. He said that poetry is giving an immoral message to the society. It is morally very weak. So the poetry is immoral എന്നാണ് പ്ലേറ്റോ പറയുന്നത്. So while talking about Plato's എന്താ പറയാ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യു ക്യാൻ യൂസ് നമ്മുടെ ഹോമറിന്റെ എക്സാമ്പിൾ കൊടുക്കാം. ദെൻ നമ്മളുടെ ആൾക്കാർ സ്വന്തം ക്യാരക്ടർ വെച്ചിട്ട് വേറെ ആൾക്കാരുടെ ക്യാരക്ടർ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിൾ കൊടുക്കാം. ഓക്കെ, നൗ ദ ലാസ്റ്റ് പോയിന്റ് ഇസ് പോയിട്രി ഈസ് അൺട്രൂ എന്നാണ് പറയുന്നത്. പോയിട്രി എന്താണ്? അൺട്രൂ. പോയിട്രി ഇസ് ലൈ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പം പ്ലേറ്റോ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോയിറ്റ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന ആൾക്കാർ ദേ നോട്ട് ഓൺലി ഇമിറ്റേറ്റ് ബട്ട് ഓൾസോ മിസ്റെപ്രസെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ മാത്രമല്ല മിസ്റെപ്രസെന്റേഷൻ കൂടെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യത്തിനെ കുറിച്ച് അറിയും എന്ന രീതിയിൽ കവിത എഴുതാം. എക്സാമ്പിൾ നമ്മുടെ ഹോമർ എക്സാമ്പിൾ തന്നെയാണ്. സോ ഹോമർ എന്ന വ്യക്തി, ഹോമർ എന്ന പോയിന്റിന് മിലിറ്ററിയിൽ പോയിട്ട് അല്ലെങ്കിൽ വാർ ഫൈറ്റ് ചെയ്തിട്ടോ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടോ യാതൊരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷെ അയാൾ വാറിംഗ് ഹീറോസിനെ പറ്റിയിട്ട് കവിത എഴുതി. അയാൾക്ക് എങ്ങനെ അറിയാം വാറിംഗ് ഹീറോസിന്റെ അവസ്ഥ എന്താണ്, വാറിംഗ് ഹീറോസ് എങ്ങനെയാണെന്നൊക്കെ അയാൾക്ക് എങ്ങനെ അറിയാം? ജസ്റ്റ് തട്ടി വിറ്റതാ ഫ്രോം ദി ഇമാജിനേഷൻ. സോ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഈ ഒരു നമ്മുടെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പോയിറ്റ്സ് ഒക്കെ ദേ കൈൻഡ് റൈറ്റ്സ് അബൌട്ട് ദ തിങ് വിച്ച് ദേ ഡോണ്ട് നോ. അവർക്ക് അറിയാത്ത കാര്യത്തിനെ പറ്റിയിട്ട് ദേ റൈറ്റ്സ് ആൻഡ് ദേ മിസ്റെപ്രസെന്റ് തിങ്സ്. അവർ ഇല്ലാത്തൊരു കാര്യത്തിന് അല്ലെങ്കിൽ മിസ്റെപ്രസെന്റ് ഒക്കെ ചെയ്യും. ഓക്കെ, ദെൻ ഫോർ അയാൾ പ്ലേറ്റോ ഒരു എക്സാമ്പിൾ കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു മിസ്റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു അൺട്രൂ ബിഹേവിയറിനെ പറ്റി കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഓഫ് എ ട്രീ. സോ ഒരു പോയിന്റ് ഒരു ട്രീ കാണുകയാണ്. ഹി സോ എ ട്രീ ആൻഡ് ഹിസ് തോട്ട് ഓഫ് റൈറ്റിംഗ് എ പോയട്രി അബൌട്ട് എ പോയം അബൌട്ട് എ ട്രീ. അപ്പോൾ അയാൾ എന്താണ്, അപ്പോൾ ട്രീ കണ്ടു, ട്രീനെ പറ്റിയൊരു പോയട്രി ഏതാണെന്ന് വിചാരിച്ചു. സോ അയാൾ എന്താ ചെയ്യുന്നത്? ദ ട്രീ പ്ലസ് ഹിസ് ഇമാജിനേഷൻ ആണ് പോയിട്രി ആയിട്ട് ഫോം ചെയ്യുന്നത്. സോ പോയിറ്റ് ലോങ് വിത്ത് ദ ട്രീ ആഡ്സ് ഹിസ് ഇമാജിനേഷൻ ആൻഡ് മേക്സ് ഔട്ട് എ പോയം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് വാസ് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ. ലൈക്ക് ഇമാജിനേഷൻസ് ആഡ് ചെയ്ത് ഇലൂഷൻസ് കൊടുത്തിട്ടൊക്കെയാണ് പോയിട്രീസ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ എന്നാണ് പറയുന്നത്. പോയിട്രീസ് ഒന്നെങ്കിൽ ട്രൂ ആവണം, മിസ്റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നമ്മുടെ ഹോമറിന്റെ വാറിംഗ് ഹീറോസിനെ പറ്റിയിട്ടുള്ള കവിത. He never went for a war or he never worked in the military or participated in the war, but he still wrote a poem about warring heroes. And അതുപോലെ തന്നെ നമ്മുടെ ഹോമർ ചെയ്ത വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടും ഒരു വിവരമൊന്നുമില്ല. Like he doesn't know about every sort of thing, but he used to give lectures and he used to give wisdom to young people about everything in the nature. So അയാൾക്ക് എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടും ഒരു നോളജ് ഇല്ലെങ്കിൽ കൂടെ he gives wisdom about everything in the nature to the young people. Okay, so അതെങ്ങനെയാണ് ചെയ്യുന്നത്? So he calls poets അല്ലെങ്കിൽ artists as misrepresentators of reality. അപ്പോൾ അയാൾ എന്താ ചെയ്തത്? ഈ ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ പോയിറ്റ്സിനെ misrepresentators of reality എന്നാണ് വിളിച്ചത്. They misrepresent things, so they are the misrepresentators of reality എന്നാണ് പറഞ്ഞത്. So ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മുടെ പ്ലേറ്റോ തന്റെ
ഇതിലൂടെ പറയുന്നത്. സോ 4 ഡിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പോയട്രി ഇസ് ഇമാജിനേഷൻ, അതിലൂടെ ദ തിയറി ഓഫ് ഫോംസ്, കേവ് അലിഗോറി കാണിച്ചു. ദെൻ പോയട്രി കണ്ടെയ്ൻസ് ഇമിറ്റേഷൻ, അതിലൂടെ അയാൾ ഐഡിയൽ സ്റ്റേറ്റ് എന്ന് കാണിച്ചു. അതേപോലെ പോയിന്റ്സിനെ ബാൻ ചെയ്ത് കാണിച്ചു. ഈ ഇമോഷൻസ് ലൈക് വെരി ഡേഞ്ചറസ് ഫോർ പീപ്പിൾ എന്ന് കാണിച്ചു. അത് മേക്സ് പീപ്പിൾ ഇമിറ്റേറ്റ് എന്ന് കാണിച്ചു. ദെൻ മേക്സ് പീപ്പിൾ യൂസ് യർ ക്യാരക്ടേഴ്സ് എന്ന് കാണിച്ചു. നൗ so here he said that it contains emotion which is very harmful, so they are very harmful for the people, so he banned the poets from his ideal state. Then ayal parnu poetries are immoral ennu parnu. Poetries are immoral alle. Poetries contain no moral. adalla Homer example kaanichu about the god and the heroes and violence, cruelty, okay, and tragedies. So poetry is a weak moral idea, so it is weak in morality and it shows weak characters. Morally weak characters ആയിരുന്നു ആൻഡ് ട്രാജഡി കാണിക്കായിരുന്നു. സോ ഇതൊക്കെ ഒരു നമ്മളുടെ മൊറാലിറ്റിനെ എഫക്ട് ചെയ്യുന്നതാണ് കാണിച്ചത്. Then the last one, poetry is untrue. So untrue എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹോമറിന്റെ that is boring heroes കാണിച്ചു. Then Homer used to give wisdom about things he don't know. Then misrepresentation, artist imitate ചെയ്യുക മാത്രമല്ല misrepresent ചെയ്യുക കൂടെ ചെയ്യും എന്ന് പറഞ്ഞു. They are the misrepresentators of reality എന്ന് പറഞ്ഞു. So ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മുടെ പ്ലേറ്റോ മുന്നോട്ട് വെച്ചത്. ആൻഡ് ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റ് പ്ലസ് നമ്മളുടെ ആദ്യം പറഞ്ഞ കാര്യം, അതായത് പ്ലേറ്റോസ് ഗ്രീക്ക് ഫിലോസഫർ, എഡ്യൂക്കേഷൻ തിങ്കർ, ദെൻ ഹിസ് അക്കാദമി, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, പീഡിയ ആൻഡ് വാട്ട് പീഡിയ റെഫേഴ്സ്, ഇത്രയും കാര്യം ആൻഡ് ഹിസ് മേജർ വർക്ക്സ്, ഇത്രയും കാര്യം പഠിച്ചാൽ മതി. യു വിൽ ഗെറ്റ് എ ക്ലിയർ ഇമേജ് ഓഫ് പ്ലേറ്റോ. പ്ലേറ്റോന്റെ വേറെ ചെറിയൊരു ഭാഗം കൂടി ഇപ്പൊ ഞാൻ പറയാം, പക്ഷേ ഇത്രയും മതി പ്ലേറ്റോ. നിങ്ങൾക്ക് പ്ലേറ്റോനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടിയിട്ടില്ല, പ്ലേറ്റോന്റെ ഒരു ഐഡിയോളജീസ് ഒക്കെ. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു സ്റ്റഡി. It connect things and studies will make your studies really easy. So അത് നിങ്ങളുടെ സ്റ്റഡീസ് ഭയങ്കര ഈസിയാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 8 പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ യു ക്യാൻ ബിൽഡ് സ്റ്റോറീസ് അല്ലെ. നിങ്ങൾക്ക് അന്ന് ഇങ്ങനെ കഥകൾ എഴുതി പോയി ലിങ്ക് എവറിത്തിങ് ടുഗദർ ആൻഡ് യു ക്യാൻ റൈറ്റ് എ ഹോൾ എസ്സേ നൗ അബൌട്ട് പ്ലേറ്റോ. ഒരു പ്ലേറ്റോ ഒരു എസ്സേ എഴുതാനുള്ള കാര്യങ്ങളില്ലേ, പക്ഷേ വെറും 8 കാര്യങ്ങളോ 9 കാര്യങ്ങൾ ഓർത്ത് വെക്കാനേ ഉള്ളൂ. ഓക്കെ, സോ this is how you learn. So ഇനി മെമസിസിനെ പറ്റി പറയാം. മെമസിസ് എന്ന വാക്ക്, സോ പ്ലേറ്റോ മെമസിസ് എന്നൊരു വാക്ക്, മെമസിസ് എന്ന വാക്ക് മീൻസ് മേക്കിംഗ് എന്നാണ് വാക്കിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, സോ പ്ലേറ്റോ ഈ മെമസിസ് എന്ന വേർഡിന് വേറൊരു അർത്ഥമാണ് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് മേക്കിംഗ് ബൈ ഹ്യൂമൻ ബീങ്സ് എന്ന് ഹി സേസ് മേക്കിംഗ് ബൈ യൂണിവേഴ്സൽ ഫോഴ്സസ് എന്നാക്കി. ദെൻ അതിനുശേഷം മിമസിസിന്റെ അർത്ഥം മേക്കിംഗ് എന്നതിന് മേക്കിംഗ് ദ കോപ്പി ഓഫ് എന്ന് പറയുന്നു. സോ മിമസിസ് എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റോസ് മിമസിസ് മീൻസ് മേക്കിംഗ് കോപ്പി ഓഫ്, മേക്കിംഗ് ദ കോപ്പീസ് ഓഫ്. സോ ഈ പോയട്രി അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഒക്കെ എന്താ ചെയ്യുന്നത്, മിമസിസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ദേ ആർ മേക്കിംഗ് ദ കോപ്പി ഓഫ് സംതിങ്. ദെൻ മിമസിസിനകത്ത് നമുക്ക് കാണാം there are different so പോയട്രിയിൽ അല്ലെങ്കിൽ ആർട്ടിൽ മാത്രമല്ല ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമുക്ക് മിമസിസ് കാണാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയാം, ദൈവം എങ്ങനെയാണ് ഈ വേൾഡ് ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഫസ്റ്റ് ദൈവത്തിന് ഒരു ഐഡിയ വന്നു അല്ലേ, വേൾഡിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ വന്നു. സോ ഈ ഐഡിയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വേൾഡ് ഉണ്ടാക്കിയത്. Likewise, there are a lot of examples. So example നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. such as reality imitates thoughts. So reality എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ചിന്ത വന്നു, സോ നമ്മളത് റിയലി ചെയ്താലാണ്, ആ തോട്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ റിയലി ചെയ്താലാണ് ആ റിയാലിറ്റി ആവുന്നത് അല്ലേ. സോ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ട്, റൈറ്റ്? സോ എൻ്റെ തോട്ടിൻ്റെ അകത്ത് ഐ ഫെച്ച് കൈൻഡ് ഓഫ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വിചാരിച്ചു ഒന്ന് കൈ അടക്കാം എന്ന്. സോ ഐ തോട്ട് ഓഫ് ദാറ്റ് ആൻഡ് ഐ ഡിഡ് ഇറ്റ് ഇൻ റിയാലിറ്റി. സോ റിയാലിറ്റി ഇസ് ഇമിറ്റേറ്റഡ് ബൈ ദ തോട്ട്സ് എന്നാണ് പറയുന്നത്. നമ്മൾ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ ഇമിറ്റേറ്റ് ചെയ്യാണ്, റൈറ്റ്? സോ നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. സോ റിയാലിറ്റി ഇസ് ഇമിറ്റേറ്റഡ് ബൈ തോട്ട്സ്. ദെൻ ഗുഡ് മാൻ ഇമിറ്റേറ്റ്സ് വാച്ച് എന്നാണ് പറയുന്നത്. ഈ ഗുഡ് മാനിന് എങ്ങനെ അറിയാം ഇന്ന കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ? സോ ഈ നല്ല കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ അയാൾ നല്ല കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ വെർച്യൂ പറഞ്ഞ സാധനത്തിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഹി ബിക്കംസ് എ ഗുഡ് മാൻ. സോ ഗുഡ് മാൻ ഇസ് ഇമിറ്റേറ്റിംഗ് ദ വെർച്യൂസ്. അല്ലെങ്കിൽ ആർട്ടിൽ മാത്രമല്ല ഇമിറ്റേഷൻസ് ഉള്ള, ഇമിറ്റേഷൻ ഇസ് ദേ എവറിവെയർ എന്നാണ് പ്ലേറ്റോ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ദ ഗുഡ് മാൻ ഇസ് ഇമിറ്റേറ്റിംഗ് ദ വെർച്യൂ, ദ reality imitates the thoughts, then God imitates a form of creating the world. So ഇങ്ങനെ പല രീതിയിൽ we can see the mimesis everywhere. So അങ്ങനെയാണ് എന്താണ് പ്ലേറ്റോസ് വ്യൂ ഓൺ മിമസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് എ സ്മോൾ കൈൻഡ് ഡിസ്ക്രിപ്ഷൻ. അടുത്ത വീഡിയോയിൽ വി ക്യാൻ elaborate this again. So this is all about പ്ലേറ്റോയുടെ പറ്റിയിട്ട്. As I told you, just remember those 8 key points so that you will get everything. You can make stories out of that. So നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. If you like the video, please do like, share and subscribe, and please do click on that bell button so whenever I'm uploading something you'll get to know. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പ്രോബ്ലി ഇറ്റ് വിൽ ബി അരിസ്റ്റോട്ടിൽ, ഐ ഗെസ്. സോ അരിസ്റ്റോട്ടിലെ പറ്റിയിട്ട് ഒരു ബ്രീഫ് അല്ലെങ്കിൽ ഈസി വേ ഓഫ് ലേണിംഗ് ആയിട്ട് ഐ വിൽ ബി ബാക്ക് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. Until then, stay tuned and keep on learning about Plato. ഈ ഒരു കാര്യം മാത്രമല്ല, you just refer about Plato more. ഒരുപാട് കാര്യങ്ങൾ ഇനി Plato's view on mimesis അതൊക്കെ ഒരുപാടുണ്ട്. So if you kind of research, you will get more and more. So thank you so much. So see you guys in the next video. Until then, bye.